ബി.ജെ.പി. പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറിയായി കെ സുരേന്ദ്രനെ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നോമിനേറ്റ് ചെയ്തു. പാലക്കാട്, മലപ്പുറം, വയനാട് റവന്യൂ ജില്ലകൾ അടങ്ങിയതാണ് പാലക്കാട് മേഖല. RSS കാര്യവാഹക്, യുവമോർച്ച മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങി നിരവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന തലത്തിൽ മികച്ച വളണ്ടിയറായി സാരംഗിനെ തെരഞ്ഞെടുക്കപ്പെട്ടു. വട്ടംകുളം IHRD കോളേജ് BCA 2ാം വർഷ വിദ്യാർത്ഥിയാണ്. വട്ടംകുളം പുരമുണ്ടേക്കാട് സ്വദേശിയായ നെണ്ടത്ത് മന നാരായണന്റെയും സിനിയുടെയും മകനാണ് സാരംഗ്. വട്ടംകുളം IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിത ബുദ്ധിയും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ MS ജിഷ തങ്കച്ചി ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ N അഞ്ജലി അധ്യക്ഷയായി. തവനൂർ പഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ആരോഗ്യത്തിന് പോഷകാഹാരത്തിന്റെ പ്രസക്തി സമൂഹത്തിലെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത്. കർക്കിടക കഞ്ഞി, ഇലക്കറി വിഭവങ്ങൾ, ചക്ക വിഭവങ്ങൾ എന്നിവ ഒരുക്കിയിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ പ്രഥമ മഹത്കർമ്മ പുരസ്കാരം അഡ്വക്കേറ്റ് കബീർ കാര്യാട്ട് ഏറ്റുവാങ്ങി. നിരവധി മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നടത്തുകയും നേതൃത്വം നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പുരസ്കാരത്തിന് അർഹനായത്. വട്ടംകുളം സ്വദേശിയാണ്. തിരുവനന്തപുരം ആയുർവേദ കോളേജിനു സമീപം ധർമാലയ റോഡിൽ വെറ്റിനറി ഹാളിൽ നടന്ന ചടങ്ങിൽ M വിൻസെന്റ് MLA-യിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ആചാര്യ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് ലക്ഷ്മണൻ അധ്യക്ഷനായി. വൈദ്യർമൂല യുവജന സംഘം ഗ്രന്ഥശാലയിൽ ഇൻഫർമേഷൻ സെന്റർ ആരംഭിച്ചു. എടപ്പൾ പഞ്ചായത്ത് നൽകിയ പ്രിന്ററും ലാപ്ടോപ്പും ഉപയോഗിച്ചാണ് സെന്റർ പ്രവർത്തിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് CV സുബൈദ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ അധ്യക്ഷനായി. ബഹിരാകാശ ശാസ്ത്രത്തിൽ കുട്ടികളിലെ താൽപര്യം വളർത്തുന്നതിന്റെ ഭാഗമായി കടകശ്ശേരി ഐഡിയൽ പ്രൈമറി മോണ്ടിസോറി വിഭാഗം ചന്ദ്രദിനം ആഘോഷിച്ചു. ഒരു ചന്ദ്രൻ ഒരു ദർശനം ഒരു ഭാവി എന്ന പ്രമേയത്തിൽ അടിസ്ഥാനമായി ജനറൽ അസംബ്ലി നടന്നു. ബഹിരാകാശ സഞ്ചാരികളെ അനുസ്മരിച്ച് കുട്ടികൾ അസംബ്ലിയിൽ അണിനിരന്നു. കുട്ടികളുടെ കരവിരുതിൽ വിരിഞ്ഞ ചന്ദ്രദിന മാതൃകകളും മറ്റു പ്രവർത്തനങ്ങളും പ്രദർശിപ്പിച്ചു. പ്രൈമറി മോണ്ടിസോറി പ്രധാന അധ്യാപിക സുപ്രിയ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. കാലടി ബ്രൈറ്റ് ലൈൻ ഇംഗ്ലീഷ് സ്കൂളിൽ ചന്ദ്രദിനം ആഘോഷിച്ചു. സ്കൂളിൽ PSLV റോക്കറ്റിന്റെ മാതൃക പ്രദർശിപ്പിച്ചു. ചന്ദ്രദിന ക്വിസ് മത്സരം, പോസ്റ്റർ രചന, റോക്കറ്റ് നിർമ്മാണ മത്സരം എന്നിവ നടത്തി. അധ്യാപകരായ KM ദിവ്യ, EP സമീറ, മുസ്തഫ റഹ്മാനി, MB അനില, KK ആരതി, മുഹമ്മദ് ബാനിഷ്, PT നിഖിൽ എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ നിർദ്ദേശപ്രകാരം വട്ടംകുളം IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ സംരക്ഷണ സമിതിയുടെയും PTA-യുടെയും സംയുക്ത യോഗം പഞ്ചായത്ത് അംഗം ഹസൈനാർ നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ MS ജിഷ തങ്കച്ചി അധ്യക്ഷയായി. വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തുന്ന മാറ്റങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കു വേണ്ടിയല്ലാതെ വിദ്യാർത്ഥികളുടെ ഭൗതിക, മാനസിക, ആരോഗ്യ, കായിക മികവുകൾ ഉറപ്പുവരുത്തുന്നതും വരും കാലത്തെ അഭിസംബോധന ചെയ്യാൻ പര്യാപ്തവുമാവണമെന്ന് IAME തൃശൂർ സെനറ്റ് വാർഷിക കൗൺസിൽ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി VPM ഇസ്ഹാഖ് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ KM ഷെരീഫ് ബുക്കാരി അധ്യക്ഷനായി. തൃശൂർ മുക്കാട്ടുകരയിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും കൊച്ചാട്ടിൽ അപ്പുനായർ എന്ന ഭാസ്കരൻ നായർ വിദ്യാഭ്യാസ പുരസ്കാരവും തരകത്ത് ചന്ദ്രിക മെമ്മോറിയൽ എക്സലൻസ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുതിർന്ന നേതാവ് CG സുബ്രഹ്മണ്യന്റെ വസതിയിൽ നടന്ന സംഗമം KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റ് ജെൻസൺ ജോസ് കാക്കശ്ശേരി അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് K നായർ മുഖ്യാതിഥിയായി. ആലങ്കോട് പഞ്ചായത്തിൽ കോലിക്കര ഗ്രാമം 2 വാർഡുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒറ്റ വാർഡാക്കണമെന്നും ഇതിന് കോലിക്കര വാർഡ് എന്ന് പേരിടണമെന്നും ആവശ്യപ്പെട്ട് കോലിക്കര നവകേരള ആർട്സ് സ്പോർട്സ് ക്ലബ്, ഇലക്ഷൻ കമ്മീഷൻ, ഡിലിമിറ്റേഷൻ കമ്മീഷൻ, MP, MLA എന്നിവർക്ക് നിവേദനം നൽകി. 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിൽ ആദ്യവർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം 4 വർഷ ബിരുദ പ്രോഗ്രാം സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം അസബ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ചു. കോഴിക്കോട് സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ PP മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലത അതിയാരത്തിന്റെ അരുന്ധതി നോവൽ കവി പള്ളിയിൽ മണികണ്ഠൻ ഗീത അതിയാരത്തിന് നൽകി പ്രകാശിപ്പിച്ചു.
ഷീജ ദാസ് അധ്യക്ഷയായി. Sunrise Hospital. Care beyond cure.